നമസ്കാരം. ബി.ജെ.പി ഏറ്റവും പ്രധാനമായും ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതാണ്. അതിന്റെ മുഖ്യസ്ഥാനത്ത് ഒട്ടനവധി നേതാക്കളുമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ LDF ഈ കോർപ്പറേഷന്റെ ഭരണത്തെ ഞെട്ടിച്ചാൽ പിടിച്ചുലച്ച ഒരു പറ്റം അഴിമതി കഥകൾ പുറത്തുകൊണ്ടുവന്നിട്ടുള്ള കരമന അജിത്താണ് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം. കഴിഞ്ഞ LDFന്റെ ഭരണകാലത്ത് ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന ഘട്ടത്തില് അവർക്കൊന്നും ശ്വാസം വിടാനുള്ള സമയം കൊടുക്കാത്ത രീതിയിലാണ് അജിത്തേട്ടൻ നിരന്തരമായ അഴിമതി ആരോപണങ്ങൾ പുറത്തുകൊണ്ടത്. വെറുതെ ആരോപണമായിട്ടല്ല, തെളിവ് സഹിതം പുറത്തുകൊണ്ടത്. ഇപ്പൊ ഒന്ന് പിന്നോട്ട് നോക്കി കാണുമ്പം എന്താണ് തോന്നുന്നത്? തിരുവനന്തപുരം നഗരസഭയില് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ഞാനൊന്നും ചോദിക്കുവാനാകുന്നില്ല. നമ്മൾ CPM-കാരനോട് ഒറ്റ കാര്യമേ ചോദിക്കണം, എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുൻപന്തിയിൽ വരുന്നില്ല? പ്രസിദ്ധമായ ഒരു ചോദ്യമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട്, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ രംഗത്തുണ്ട്. ആര്യ രാജേന്ദ്രൻ നേതൃത്വം കൊടുത്ത ഒരു ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ഈ തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസമിതി. ആ കാലാംശങ്ങളിൽ തീർച്ചയായിട്ടും നിരവധി അഴിമതികൾ, ഏകദേശം കണക്ക് പറഞ്ഞാൽ ഒരു 40ഓളം അഴിമതികൾ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട്, ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമായ വസ്തുതയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, അധികാരത്തിൽ വന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിക്ക് പൊങ്കാലയിട്ട മേയർ ആരെന്ന് ചോദിച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ആര്യ രാജേന്ദ്രനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. അഴിമതിക്ക് പൊങ്കാലയിട്ട ഏറ്റവും പ്രായം കുറഞ്ഞ. എല്ലാവരും പറഞ്ഞല്ലോ, ഇന്ന് അധികാരത്തിൽ വരുന്ന സമയത്ത് ഞങ്ങൾ വളരെ CPM-കാർ വളരെയധികം ഘോഷിച്ച ഒരു കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ നമ്മുടെ CPM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ തലപ്പത്ത് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. നമുക്കാർക്കും അസൂയയോ കുശുമ്പോ ഒന്നുമില്ല. പ്രായം കുറഞ്ഞ ഒരു മേയർ വരുന്ന സമയത്ത് തീർച്ചയായും പക്വതയോടെ പെരുമാറണം എന്നുള്ളത് നമ്മൾ ആദ്യം മൂലം ഇപ്പോൾ അവസാനം വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്വതയും പാകതയും ഇല്ലാത്ത ധാർഷ്ട്യത്തിന്റെയും അതുപോലെ തന്നെ അഹങ്കാരത്തിന് കൈ വെച്ച് കെട്ടിയ ആരെന്ന് ചോദിച്ചാൽ അത് ആര്യ രാജേന്ദ്രനാണ്. അതിന്റെ പരിമിത ഫലമാണല്ലോ കഴിഞ്ഞ കാലം അത്രയും നാം കണ്ടത്. ആറ്റുകാൽ പൊങ്കാല മുതൽ ഈ അവസാനം ഓഡിറ്റ് റിപ്പോർട്ട് വരെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് കാണുവാൻ സാധിക്കും. കാരണം നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിലെ ആൾക്കാർക്ക് കൊടുക്കേണ്ട പണം തട്ടിയെടുത്ത കാര്യത്തിലായിരുന്നാലും, അതുപോലെ തന്നെ നമ്മുടെ മാലിന്യത്തിലെ കിച്ചൺ ബിൻ അനുവദിക്കുന്നതിലെ വിഷയങ്ങളായിരുന്നാലും ശരി തന്നെ, അതുപോലെ തന്നെ ABC പ്രോഗ്രാമിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ചായിരുന്നാലും ശരി തന്നെ, അതുപോലെ തന്നെ ഹിറ്റാച്ചിയും അതുപോലെ തന്നെ JCB-യും അതുപോലെ തന്നെ നിരവധി വാഹനങ്ങളുടെ കണക്ക് ഇന്നും തിട്ടപ്പെടുത്താത്ത, നിങ്ങളുടെ വസ്തുക്കൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എത്ര വാഹനമുണ്ട്, എത്ര ബൈക്കുണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ ഭരണസമിതിക്ക് ഇന്നേ വരെ, ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ എത്ര വാഹനങ്ങളുണ്ട് എന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ സാധിക്കാത്ത ഒരു ഭരണസമിതി. തികച്ചും പിടിപ്പുകേടിന്റെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഭരണം ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ഇതിനൊരു മാറ്റമുണ്ടാകണം. ആ മാറ്റത്തിന് വേണ്ടി തന്നെയാണ് BJP-യും അതുപോലെ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യവും മുന്നോട്ട് പോകുന്നത്. മാറ്റം അനിവാര്യമാണ്. നമ്മുടെ രാജ്യവട്ടം പറഞ്ഞതല്ല, മാറാത്തത് ഇനി മാറും. തീർച്ചയായിട്ടും നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു ഭരണസമിതി തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ആളുകളുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവരുടെ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയാണ്? അവരൊക്കെ മടുത്തിരിക്കുകയാണോ ജനങ്ങൾ? സത്യത്തില് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുന്നത് മാത്രമല്ല, ഇതിനെ തൂത്തെറിയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് നമ്മൾ എല്ലാ ഭവനങ്ങളും, ഞാനിപ്പോൾ ഈ കരമന മാത്രമല്ല, ഈ കരമനയിൽ ഇപ്പം പ്രചരണം ആരംഭിച്ചൊരു 4 ദിവസമായിട്ടുള്ളൂ. ഇതിനുമ്പോൾ നെടുങ്കാടായിരുന്നു ഞാൻ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത്. ആദ്യം 1-ാം ഘട്ടം മുഴുവൻ ഞാൻ നെടുങ്കാട് തന്നെയാണ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത്. അവിടെ പോകുമ്പോഴൊക്കെ ഈ ഭരണസമിതി, ഈ നമ്മുടെ CPM നേതൃത്വം കൊടുക്കുന്ന ഈ ഭരണസമിതി കഴിഞ്ഞ 43 വർഷക്കാലം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ തിരുവനന്തപുരം നഗരത്തിലെ അഴിമതി മാത്രമല്ല, വികസന മുരടിപ്പ്, അതുപോലെ തന്നെ സ്വജനപക്ഷപാതം, അതുപോലെ തന്നെ കെടുകാര്യസ്ഥത തുടങ്ങി നിരവധി വിഷയങ്ങൾ
ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭരണസമിതി മാറണം എന്നുള്ളത് തന്നെയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇഷ്ടപ്പെടുന്നത്. അത് നമ്മളെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലത്തെ നമ്മുടെ CPM കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിലും ജില്ലാ സമ്മേളനത്തിലൊക്കെ വിലയിരുത്തി. ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പ്രായം കുറഞ്ഞത് ആര്യ രാജേന്ദ്രൻ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ ആവശ്യം ഇപ്പോഴവർ പറഞ്ഞ് വിലയിരുത്തിയെന്നാണെന്ന് അറിയില്ല. പഞ്ചൂർ ഏരിയ കമ്മിറ്റി വിലയിരുത്തിയത്, പാളയം ഏരിയ കമ്മിറ്റിയൊക്കെ വിലയിരുത്തിയത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് CPM-ന് പറ്റിയ ഏറ്റവും വലിയ ആനമണ്ടത്തരമായി പോയി എന്നാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത്. ശരിയാണ്, ആനമണ്ടത്തരമായി പോയി. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നഗരസഭയാണ്, ഏറ്റവും വിസ്തൃതിയുള്ള ഒരു നഗരസഭയാണ്, ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നഗരസഭയാണ്. വികസന സാധ്യതകൾ നിരവധിയുള്ള ഇന്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ തന്നെ നമ്മളെ വിഴിഞ്ഞം പോർട്ട്, അതുപോലെ തന്നെ IT മേഖലയിലെ കഴക്കൂട്ടം ടെക്നോ പാർക്ക് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളുള്ള ഒരു നഗരസഭയാണ്. ആ നഗരസഭയിൽ വികസന സാധ്യത, അനന്തമായ ഒരു വികസന സാധ്യതയുള്ള, അവിടെ ഒരു പക്വതയും പാകതയുമായിട്ടുള്ള ഒരു ഭരണസമിതി ഉണ്ടാകേണ്ടതും അതിന് തലപ്പത്ത് വരേണ്ടതും എന്നുള്ളത് തീർച്ചയായിട്ടും സത്യമായ കാര്യമാണ്. അതിന് അവർക്ക് പാളിച്ച പറ്റി, അത് ആനമണ്ടത്തരമാണ് എന്ന് കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് തന്നെ, കഴിഞ്ഞ സമ്മേളനങ്ങൾ തന്നെ അത് വിലയിരുത്തിയിട്ടുണ്ട്. അത് ജനങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി CPM-നെ അധികാരത്തിൽ കൊണ്ടുവരുന്നത് ആനമണ്ടത്തരമാണെന്ന് ജനങ്ങൾ തന്നെ വിലയിരുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മാറ്റമുണ്ടാകും. ഈ കേന്ദ്ര പദ്ധതികളല്ലാതെ ഈ കോർപ്പറേഷന്റെ തനത് പദ്ധതികളോ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികളോ എന്തെങ്കിലും ഒരു പേരെങ്കിലും പറയാൻ പറ്റുന്ന ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ നഗരസഭയിൽ എടുത്തു പറയാൻ അവരുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വികസന പ്രവർത്തനം നടത്തിയോ എന്ന് ചോദിച്ചാൽ അത് വട്ടപൂജ്യമാണ്. കാരണം അവൾ പറയും, നമ്മൾ സ്മാർട്ട് റോഡുകൾ നിർമ്മിച്ചില്ലേ, 22 സ്മാർട്ട് റോഡുകൾ നിർമ്മിക്കുവാൻ പോകുന്നു, 12ഓളം സ്മാർട്ട് റോഡുകൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇതാരുടെ പണം? ഇവിടെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1287 കോടി രൂപയാണ് സ്മാർട്ട് സിറ്റി വഴി തിരുവനന്തപുരം നഗരസഭയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഈ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനം കൃത്യമായി നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. 100 സിറ്റി ബസ്സുകൾ, ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കിയിട്ടുണ്ട്. അതാരുടെ പണം? ഇവിടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നിർമ്മിക്കുന്നു. ആരുടെ പണം? പാർക്കുകൾ നവീകരിക്കപ്പെടുന്നു. ആരുടെ പണം? ജലജീവൻ മിഷൻ വഴി കുടിവെള്ളം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന, അതിൽ കൈക്കൂലി വാങ്ങിച്ച കൗൺസിലർമാരോടുണ്ട്, അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് ആരുടെ പണം? കേന്ദ്രത്തിന്റെ പണം. അമൃത് പ്രോജക്റ്റ് വഴി വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ, ഡ്രെയിനേജ് സംവിധാനം മെച്ചപ്പെടുത്തുവാൻ, മഴവെള്ളം ഒഴുകി പോകുവാൻ, പുതിയ ഓടകൾ നിർമ്മിക്കുവാൻ 1, 2, 3 ആയിട്ട് അമൃത് പ്രോജക്റ്റ് ആരുടെ പണം? പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുവാൻ പണം കൊടുക്കുന്നുണ്ട്. വീടുകൾ 1 സെന്റും 2 സെന്റും വീടുകൾ സ്ഥലമുള്ളവർക്ക് വീട് വയ്ക്കുവാൻ വേണ്ടി പണം കൊടുക്കും. ആരുടെ പണം? കേന്ദ്രത്തിന്റെ പണം. കേന്ദ്രം കൊടുത്ത പണമല്ലാതെ, കേന്ദ്രാവിഷ്കൃത പദ്ധതി അല്ലാതെ എടുത്തു പറയുവാൻ CPM-നോ ഈ ഭരണസമിതിക്കോ ഒരൊറ്റ വികസന പ്രവർത്തനമില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇപ്പൊ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ്, ഈ ദേശീയ ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ നഗരങ്ങളും വികസിച്ചു കഴിഞ്ഞു. ഒട്ടുമിക്ക നഗരങ്ങളും, ഏറ്റവും പിൻപന്തിയിൽ നിന്ന് നഗരങ്ങൾ പോലും വികസിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് അനന്തമായ വികസന സാധ്യതയുള്ള തിരുവനന്തപുരം നഗരത്തിൽ ഒരു മാനത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ മുട്ടോളം വെള്ളത്തിൽ നീന്തി നടക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ കിഴക്കേക്കോട്ടയും തമ്പാനൂരുമുള്ള? എന്തുകൊണ്ട് ഈ വികസനത്തിന് ഇവിടെ തടസ്സം നിൽക്കുന്നു? ആരാണ് ഇതിന് ഉത്തരവാദി? നമ്മുടെ രാജീവേട്ടൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ചിട്ട് പോയ സമയത്ത് ഈ വെള്ളക്കെട്ടുകൾ കണ്ടെത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു, ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി 200 കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും അനുവദിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു, കൊടുത്തു. ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കാൻ തയ്യാറായിട്ടില്ല. 150 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുവാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു. 50 കോടി രൂപ നമ്മുടെ കോർപ്പറേഷനായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം നഗരസഭ 50 കോടി രൂപ 200 കോടി രൂപയാണ് വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുവാൻ വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൊടുക്കാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ട് ആ പണം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയോ അല്ലെങ്കിൽ അതിനൊരു എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കിയിട്ടില്ല എന്നാണ് ഞാൻ കഴിഞ്ഞ സഭയിലും ചോദിച്ചതാണ്. എന്തുകൊണ്ട് അത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല? മിണ്ടാട്ടമില്ല. തീർച്ചയായിട്ടും ഇത്രയും കെട്ടുകാര്യസ്ഥതയുള്ള ഒരു ഭരണസമിതി ഇത് തിരുവനന്തപുരം നഗരവാസിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനാപരമായ സമീപനമാണ്. ഇത് തിരുവനന്തപുരം നഗരസഭയിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സഭയിലെ ഈ പരിധിയിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും. 6-ൽ നിന്നാണ് നമ്മൾ 35-ലേക്ക് വന്നത് 2015. 2010 കേവലം 6 സീറ്റ് മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്.
അത് 35 സീറ്റ് വന്നത് 5 വർഷക്കാലം കൊണ്ട് 35ലേക്ക് വന്നു. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2020 35 സീറ്റിലേക്ക് വന്നു. തിരുവനന്തപുരം പാർലമെന്റിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് 72 സീറ്റിൽ 1ാം സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിക്ക് വന്നിരിക്കുന്നു, രാജീവ് ചന്ദ്രശേഖരന് വന്നിരിക്കുന്നു. 12 സ്ഥാനത്ത് 2ാം സ്ഥാനത്ത് ഏകദേശം 84 സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വിധി എഴുതുവാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അത് ഇതിപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഇത് അത്ഭുതകരമായ മറ്റു സംസ്ഥാനങ്ങളിലാണ്, ബംഗാളും ത്രിപുരയിലും പോലെ തൂത്തെറിയാൻ പോവുകയാണ് ഈ തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് CPM-നെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഈ തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് തൂത്തെറിയാൻ അത്ഭുതകരമായ മാറ്റം സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത് അതിനൊക്കെ ഏറ്റവും കൂടുതൽ ഒരു വിഷമം തോന്നിയ ഒരു അഴിമതി ഏതാണ്? ഇതിനകത്തൊക്കെ കൈയിട്ട് വരാൻ മാത്രം ഇത്ര നാണക്കേട് എന്ന് തോന്നിയ ഒരു കാര്യം ഏതാണ്? അയ്യോ, നിരവധിയുണ്ട്. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും വലിയ കീറാമുട്ടി എന്ന് പറയുന്നത് മാലിന്യമാണ്. മാലിന്യ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടത് ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ തലസ്ഥാനങ്ങളിലെ ചില സൂററ്റ് പോലെയും അതുപോലെ തന്നെ ഇൻഡോർ പോലെയുള്ള പ്രദേശങ്ങളിൽ ചില മാലിന്യം എന്ന് പറയുന്ന അവർക്ക് വിഷയമല്ല. അവര് മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെട്ട നഗരങ്ങളാണ്. ഈ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ കീറാമുട്ടിയായ പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യമാണ്. ഈ മാലിന്യത്തിന് ഒരു പ്രഖ്യാപിത നയം തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഇല്ല എന്നുള്ള വസ്തുതയാണ്. കാരണം അത് ഒരു പൊന്മുട്ടയിടുന്ന താറാവ്. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ പാടില്ല. ഈ തിരുവനന്തപുരം നഗരസഭയിൽ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ പാടില്ല. കാരണം അതിൽ നിന്നാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാം. കാരണം നമ്മൾ പറഞ്ഞു കിച്ചൺ ബിന്നിൽ അഴിമതിയുണ്ട്, കിച്ചൺ ബിന്ന് വാങ്ങിയതിൽ അഴിമതിയുണ്ട്. കൃത്യമായി നമ്മൾ ഉന്നയിക്കപ്പെട്ടതാണ്. ഞാനടക്കം സഭയിൽ ഉന്നയിക്കപ്പെട്ടതാണ്. അതിന്റെ വെറും 450 രൂപ സാധനത്തിന് 1780 രൂപ 740 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം, വാങ്ങിയ ഒരു സംവിധാനം. ആ സംവിധാനം തികച്ചും അഴിമതിയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ന് കിച്ചൺ ബിന്നിന്റെ സ്ഥിതി എന്താണ്? അതിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ കൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. ഇന്നിപ്പോൾ അത് ശാസ്ത്രീയമായി സംസ്കരിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ ഒരിക്കൽ സഭയിൽ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലെ മാലിന്യ വിഷയം കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രഖ്യാപിത നയം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു. കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? വികേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണമാണോ ഉദ്ദേശിക്കുന്നത്? ഉറവിടത്തിലാണോ മാലിന്യ സംസ്കരണം ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉറവിടത്തിലാണ് മാലിന്യ സംസ്കരണമാണ് നമ്മുടെ പ്രഖ്യാപനം. അപ്പോൾ ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം ചെയ്യുമ്പോൾ കൃത്യമായി നമുക്ക് ഒരു നയം ഉണ്ടായിരിക്കണം. അത് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു നയം ഉണ്ടായിരിക്കണം. അതുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതാണല്ലോ സൂറത്തിലും ഇൻഡോറിലും ഒക്കെ ഉള്ളത്. അതുപോലെ ഒരു മാലിന്യ സംസ്കരണം നമ്മുടെ മുഖ്യമന്ത്രിയും പറഞ്ഞു. ശരിയാണ്, നമുക്ക് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കേന്ദ്രീകൃതമായ ഒരു മാലിന്യ സംസ്കരണം ഉണ്ടാകണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ ഇത്രയും കാലം ഭരിച്ചു. എന്താണ് കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുവാനുള്ള തടസ്സം? ആരാണ് തടസ്സക്കാർ? കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ ശാലകൾ കൂട്ടിയതാരാണ്? വിളപ്പിശാലയിലെ മാലിന്യ സംസ്കരണ ശാല കൂട്ടിയിട്ട് 2011 കൂട്ടിയത്. ഇന്നേ വരെ അത് തുറക്കുവാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് വിളപ്പിൽശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് കൂട്ടിയപ്പോൾ ഈ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് വികേന്ദ്രീകരണം 10-15 വാർഡുകൾ വികേന്ദ്രീകമായ നമുക്ക് സംസ്കരണ ശാലകൾ നിർമ്മിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും നിർമ്മിക്കുവാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പകരം കിച്ചൺ ബിന്ന് വഴി അഴിമതി നടത്തുവാനാണ് ഉദ്ദേശിച്ചത്. 2023-24 ഓഡിറ്റ് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും. കിച്ചൺ ബിന്ന് 10,000 കിച്ചൺ ബിന്നുകൾ വാങ്ങിച്ചു. ആ കിച്ചൺ ബിന്നുകൾ എവിടെയൊക്കെ കൊടുത്തു എന്നറിയില്ല. അത് എവിടെ കൊടുത്തു എന്ന്, ഏത് അഡ്രസ്സിലാണ് കൊടുത്തത്, ഏത് ഭവനത്തിലാണ് എത്തിച്ചതെന്ന് കണക്കില്ല. എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, ആ പണം വാങ്ങിച്ച പണത്തിന് കണക്കില്ല. അത് എവിടെ നിന്ന് വാങ്ങിച്ചു എന്നുള്ളത് അഴിമതി ഉണ്ടെന്നും BJP നേരത്തെ തന്നെ പറഞ്ഞതാണ്. കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ടിൽ കഴിഞ്ഞ 2023-24 ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുന്ന സമയത്ത് കിച്ചൺ ബിന്ന് വാങ്ങിയതിലും കൊടുത്തലും വിതരണം ചെയ്തതിലും അഴിമതി ഉണ്ടെന്ന് കണ്ടെത്തിയത് ഓഡിറ്റ് തന്നെയാണ്. ഓഡിറ്റിൽ തന്നെയാണ് കണ്ടിച്ചത്. നിങ്ങൾ നോക്കണേ, ABC പ്രോഗ്രാം ഈ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് ABC പ്രോഗ്രാം നടപ്പിലാക്കണം. നായ്ക്കള വന്ധീകരണം ചെയ്യുന്നതിനുള്ളത്, വായ്ക്കൾ നവീകരണം ചെയ്യുന്നതിനുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഓഡിറ്റിൽ 2023-24 നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. സൈറ്റിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. ABC പ്രോഗ്രാം നടപ്പിലാക്കിയതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് കൃത്യമായി എല്ലാ വർഷവും ഒരു 75-80 കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ ഈ പറയുന്ന ABC-യുമായി ബന്ധപ്പെട്ട് അനുവദിക്കപ്പെടുന്നത്. ആ പണം കൃത്യതയോടുകൂടി നടപ്പിലാക്കിയിട്ടില്ല, വന്ധീകരണം നടത്തിയിട്ടില്ല. വന്ധീകരണം നടത്തിയതിൽ ക്രമക്കേടുണ്ട് എന്ന് ഓഡിറ്റിന്റെ കണ്ടെത്തിയിരിക്കുന്നു. ഇത് ഞങ്ങൾ സഭയിൽ ഞാൻ ചോദിച്ചിട്ടുള്ളത്.
ABC പ്രോഗ്രാം തീർച്ചയായിട്ടും മന്ദീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നായ്ക്കളെ മന്ദീകരിക്കുന്നതിൽ അഴിമതി ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങളെ കളിയാക്കി. അന്ന് ചെയറിൽ ഞാൻ ചോദിച്ചുകൊണ്ട് ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കൽ അഴിമതി ഉണ്ട്. മന്ദീകരണം ചെയ്ത നായ്ക്കൾ പ്രസവിക്കുന്നതായി ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടെന്ന് ചെയറിൽ ചോദിക്കുന്ന സമയത്ത് മേയർ ആര്യരാജൻ ചോദിച്ചത് കരമന അജിത്ത് പ്രസവിക്കുന്നത് കണ്ടോ എന്നാണ്. കരമന അജിത്ത് നായ്ക്കൾ പ്രസവിക്കുന്നത് കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആലോചിച്ച് നോക്കണം. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ പത്രം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ 5 വർഷത്തിൽ നോക്കണം, ഒരാഴ്ചത്തെ പത്രം നോക്കിയാൽ പ്രഭാത സവാരിക്ക് പോകുന്ന ആൾക്കാരെ പട്ടികടിക്കുന്നു, കുട്ടികളെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ നായ്ക്കൾ കടിക്കുന്നു. അതുപോലെ തന്നെ തെരുവോരങ്ങളിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതി. റോഡിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, എയർപോർട്ടിൽ പോകാൻ പറ്റുന്നില്ല, റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറ്റുന്നില്ല, ബസ് സ്റ്റാൻഡിൽ പോകാൻ പറ്റുന്നില്ല, ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുന്നില്ല. എന്തിനേറെ പറയുന്നു, കടികെട്ട് ആശുപത്രിയിലും നായ്ക്കളുടെ ശല്യമാണ്. ഇതാണ് ഇന്നത്തെ സ്ഥിതി. ഇന്നിപ്പോ ഇന്റർനാഷണൽ എയർപോർട്ടായ തിരുവനന്തപുരം നഗരസഭയിൽ ഫ്ലൈറ്റിന് കയറുവാനും ഇറങ്ങുവാനുമുള്ള സംവിധാനം ഉണ്ടാകുന്നില്ല. ചുറ്റിനും ഇറച്ചു മാലിന്യം കൊണ്ട് കൂമ്പാരമിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഫ്ലൈറ്റുകൾ പക്ഷി ഇടി ഭയന്നുകൊണ്ട് ഇന്ന് ഫ്ലൈറ്റുകൾക്ക് ഫ്ലൈ ചെയ്യുവാനും ലാൻഡ് ചെയ്യാനും പറ്റാത്ത സ്ഥിതി വിശേഷത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതിനാരാ ഉത്തരവാദി? BJP ചോദിക്കുന്നു, ഇതിനാരാ ഉത്തരവാദി? 43 വർഷം ഭരിച്ച നിങ്ങളാണോ അതോ ഞങ്ങളാണോ ഉത്തരവാദി? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്തിനേറെ പറയുന്നത്, കോവിഡ് കാലത്ത് എന്നെ ഏറ്റവും കൂടുതൽ കണ്ണീരലിപ്പിച്ച ഒരു അഴിമതിയാണ് കോവിഡ് കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി പറഞ്ഞു, കോവിഡ് മൂലം മരണപ്പെട്ട ബോഡികൾ ബന്ധുമിത്രാദികളെ കാണിക്കാതെ നേരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈർന്നനയിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ബന്ധുക്കളെ ഒരു നോക്ക് കാണാൻ നമുക്ക് ഈ വീടുകളിൽ ആ കോവിഡ് ബാധിച്ചു മരിച്ച മൃതശരീരം കൊണ്ട് ഉറ്റവരെയും ഉടവരെയും കാണിക്കുവാൻ വേണ്ടി സാഹചര്യം സംജാതമാക്കണം. മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അത് ബഹുമാനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ നമുക്ക് ഏകദേശം 3 മൊബൈൽ മോർച്ചറി ഉണ്ട്. 3 മൊബൈൽ മോർച്ചറി ഉണ്ടായിരുന്നു. മൊബൈൽ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കോവിഡ് മാറ്റം അന്ന് കരമനയിലെ കൗൺസിലറായിരുന്നു, ഇതേ വാർഡിലെ കൗൺസിലറായിരുന്നു. ഞാൻ വിളിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ പറയുന്ന മൊബൈൽ മോർച്ചറി കിട്ടത്തില്ല. ഞാൻ ചോദിച്ചു, നമ്മുടെ മൊബൈൽ മോർച്ചറി ഇവിടെ 3 എണ്ണം ഉണ്ടല്ലോ, എവിടെ പോയി? കൗൺസിലർ, അത് പിന്നെ റിപ്പയർ ആണ്. ഞാൻ പറഞ്ഞു, നമുക്ക് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഒന്നി പുതിയത് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഉള്ളതിനെ റിപ്പയർ ചെയ്യണം. അത് എവിടെയാണ്? അവിടുത്തെ തൊഴിൽ ചെയ്യുന്ന ശ്മശാനത്തിലെ ആൾക്കാർക്ക് അറിയില്ല എവിടെയാണ്. തിരിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തന്നെ അതിനെ അറിയാം. അന്ന് വിവാദമായ കാര്യമാണ്. അതിനെ കൊണ്ട് പൂഴ്ത്തി വച്ചിരിക്കുന്നതും അതിൻ്റെ പുറത്ത് നമ്മുടെ വിവിധ മാലിന്യങ്ങൾ കൊണ്ട് കൂമ്പാരം മാറ്റി അതിൻ്റെ അടിയിൽ മൊബൈൽ മോർച്ചറി ഒളിപ്പിച്ചിട്ട് ആർക്ക് വേണ്ടി? മൊബൈൽ മോർച്ചറി ഉള്ള ഇവിടത്തെ ബിനാമികൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുവാൻ അന്ന് ആ മൊബൈൽ മോർച്ചറികളെ മുഴുവൻ മുക്കി ആര്യരാജേന്ദ്രൻ. കാര്യം പറഞ്ഞു, ഉറ്റവർക്ക് ഉടയവർക്ക് ആ ബോർഡിൽ കോവിഡ് ബാധിച്ച് വരുന്നവർക്ക് ഒരു നോക്ക് കാണുവാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്, അവരെ കാണിക്കുവാൻ വേണ്ടി 5000-10,000 രൂപയാണ് അന്നത്തെ റേറ്റ്. നമ്മൾ വെറും 2000 രൂപയ്ക്കാണ് ഇത് വാടകയ്ക്ക് കൊടുക്കുന്നത്. ആ സമയത്ത് ഈ മൊബൈൽ മോർച്ചറിക്ക് വേണ്ടി നെട്ടോട്ടമായിരുന്നു ജനങ്ങൾ. ഈ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോൾ ഓരോ മൊബൈൽ മോർച്ചറിക്കും കേവലം 5000-6000 രൂപ ഉണ്ടെങ്കിൽ അന്ന് അതിന്റെ 3 ഇരട്ടി കൊടുക്കണം. 18,000-20,000 രൂപ കൊടുത്ത് വെളിയിൽ നിന്ന് മൊബൈൽ മോർച്ചറി വാങ്ങിക്കേണ്ട സ്ഥിതിവിശേഷം വന്നു. നമ്മുടെ കയ്യിൽ 3 എണ്ണം ഉണ്ടാവുമ്പോഴാണ് ഈ പറയുന്ന ഇത്രയും മൊബൈൽ മോർച്ചറികളെ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം അതിന്റെ ചിത്രങ്ങളടക്കം ഞാൻ പ്രസിദ്ധീകരിച്ചതാണ്. ചിത്രങ്ങൾ ഈ ശാപമൊക്കെ എവിടെ കൊണ്ട് തീർക്കും? ശരിക്കും അവർക്ക് ഈശ്വര വിശ്വാസം ഇല്ലല്ലോ. ഇല്ല. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശാപം എന്താണെന്നോ മോക്ഷം എന്താണെന്നോ മോക്ഷപ്രാപ്തി എന്താണെന്നോ അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് അവർ ഇതും ചെയ്തതിനപ്പുറം ചെയ്യും. കമ്മ്യൂണിസ്റ്റ് ഭരണം എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെയൊക്കെ ജനങ്ങൾ അനുഭവിച്ചതാണല്ലോ. അതിന് തുടർച്ച എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസത്തെ ഈ ലോകത്തിൽ തന്നെ പിഴുതെറിയപ്പെട്ടത്. ആ പിഴുതെറിയപ്പെട്ടത് നമ്മുടെ ഭാരതത്തിലും പിഴുതെറിയപ്പെട്ടല്ലോ. ബംഗാളിൽ എവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ത്രിപുരയിൽ എവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇന്ന് കേരളത്തിന്റെ സ്ഥിതി അതിലേക്ക് പോയി. അതിൽ നിന്നും ഭയാനകമായി വന്നുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതിന് അവർ നേതാക്കന്മാർക്ക് തന്നെ അറിയാം. അവർക്ക് തന്നെ അറിയാം ഈ കാര്യം ഇത് അവസാനത്തെ കൊയ്ത്താണ് എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് കൊയ്യാൻ പറ്റുന്ന മാക്സിമം കൊയ്തെടുക്കുകയാണ്. അഴിമതിയുടെ കൂത്തരംഗമാക്കി മാറ്റിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. നമുക്ക് ഷോർട്ടായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് നമ്മുടെ ഡെവലപ്മെന്റ് വിഷൻ
ഒരു പ്ലാൻ എന്താണ്? പ്ലാൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കരമനയാണോ ഉദ്ദേശിക്കുന്നത്, നഗരത്തെയാണോ? നഗരത്തെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ ഇൻഡോറിനെ പോലെയും അതുപോലെ തന്നെ സൂറത്ത് പോലെയുള്ള പ്രദേശങ്ങളിൽ എങ്ങനെയാണോ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് പഠിച്ച് അതേപോലെ അത് പരീക്ഷിച്ച് വിജയിച്ച നഗരങ്ങളെ പഠനം നടത്തി അതുപോലെ തിരുവനന്തപുരം നഗരത്തെ മാലിന്യത്തിന് ശാശ്വതമായ പരിഹാരം കാണും. നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം, തെരുവ് നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം ഷട്ടറുകൾ കേന്ദ്രീകൃതമായോ വികേന്ദ്രീകൃതമായോ ഷട്ടറുകൾ നിർമ്മിച്ചുകൊണ്ട് ആരെയും കൊല്ലാൻ ആർക്കും അവകാശമില്ല. എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കുവാനുള്ള ഒരു പ്രദേശമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മുടെ ആപ്തവാക്യം. തീർച്ചയായിട്ടും ഒരു ജീവജാലങ്ങൾക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല, ഒരു ജീവജാലങ്ങൾക്കും ഒരു പൊറൽ പോലും വെക്കാൻ പാടില്ല, ആരെയും കൊല്ലാൻ ആർക്കും അവകാശമില്ല ഈ ഭൂലോകത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അവരെ കേന്ദ്രീകൃതമായോ വികേന്ദ്രീകൃതമായോ കൃത്യമായ ഷട്ടറുകൾ നിർമ്മിച്ച് അവരെ പാർപ്പിച്ച് അവർക്ക് വേണ്ട ആഹാരം കൊടുത്ത് തീർച്ചയായിട്ടും അതിന്റെ അളവ്, അതിന്റെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അളവ് കുറയ്ക്കുവാനുള്ള സംവിധാനങ്ങൾ ABC പോലുള്ള പ്രോഗ്രാമുകൾ യഥാർത്ഥത്തിൽ നടപ്പിലാക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി. അതുപോലെ തന്നെ വെള്ളക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭ ഏറ്റവും നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് വെള്ളക്കെട്ടം എന്ന് പറയുന്നത്. വെള്ളക്കെട്ടിന് ഒരു ശാശ്വത അമൃത് പോലുള്ള പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും വന്നു. അതുപോലെ ഡ്രെയിനേജ് മഹാരാജാവിന്റെ കാലത്തുള്ള 33 വാർഡുകളിൽ അല്ലാതെ മറ്റൊരു വാർഡുകളിലും ഈ തിരുവനന്തപുരം നഗരസഭയിലെ ഡ്രെയിനേജ് സംവിധാനമില്ല. എന്തുകൊണ്ട് അമൃത് 2 ഡ്രെയിനേജ് സംവിധാനം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയാണ് ആ പണം അനുവദിക്കപ്പെട്ടത്? എന്തുകൊണ്ട് ആ പണം യഥാവിധി ഉപയോഗിക്കുവാൻ ഈ തിരുവനന്തപുരം നഗരസഭയിലെ അധികാരവർഗങ്ങൾ തയ്യാറായത് എന്നുള്ള ചോദ്യം പ്രസിദ്ധമാണ്. 100 വാർഡിൽ ഇപ്പോൾ 101 വാർഡുണ്ട്. 101 വാർഡുകളിൽ ഡ്രെയിനേജ് സംവിധാനം. അതുകൊണ്ടാണല്ലോ ആരോഗ്യമുള്ള ജനത ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്ന ആപ്തവാക്യം. തീർച്ചയായിട്ടും ഒരു ആരോഗ്യമുള്ള ജനത ഉണ്ടാകണമെങ്കിൽ ഡ്രെയിനേജ് സംവിധാനം മെച്ചപ്പെടുക തന്നെ വേണം. ആ ഡ്രെയിനേജ് സംവിധാനം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കരമന നദിയും അതുപോലെ തന്നെ കിള്ളിയാറും പോലുള്ള ആ നദികളെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് ബൃഹത്തായ ഒരു ലക്ഷ്യം. അത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒക്കെ സഹായത്തോടു കൂടി, സംസ്ഥാനം സഹായിക്കില്ലെങ്കിലും കേന്ദ്രം അതിന് നദികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗംഗയെ സംരക്ഷിച്ചതുപോലെ ഒരു പുനർജീവിപ്പിച്ചതുപോലെ ഈ തിരുവനന്തപുരത്തിൽ കരമന നദിയെ പുനർജീവിപ്പിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് രാജീവേട്ടൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് അധികാരത്തിൽ വന്ന 45 ദിവസത്തിനകത്തും ഈ തിരുവനന്തപുരം നഗരസഭയിൽ പ്രധാനമന്ത്രി എത്തും. ഇത്തരം വിഷയങ്ങൾ അത് ശാശ്വതമായ പരിഹാരം കാണുവാൻ വേണ്ടി ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം ശക്തമായ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു ഭരണസമിതി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഇതിന് വളരെ ദീർഘമായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡിസംബർ 13 ഇലക്ഷന്റെ ഫലം വരുന്ന ഘട്ടത്തിൽ BJP-യുടെ ഒരു മേയർ വരട്ടെ, BJP-യുടെ ഭരണസമിതി വരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും.